ഇന്ത്യൻ വ്യോമസേനയുടെ 5 യുദ്ധവിമാനങ്ങൾ, ഒരു MiG-29, ഒരു സുഖോയ് Su-30, 3 റഫേൽ വിമാനങ്ങളെ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയെന്നുള്ള വാർത്ത നിങ്ങൾക്കിപ്പോൾ ഇന്റർനെറ്റ് മുഴുവനും കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെ മീഡിയ ഔട്ട്ലെറ്റ്സ് കവർ ചെയ്തിട്ടുണ്ട്. CNN പോലുള്ള മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ പോലും ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ അറിയേണ്ടത് ഇന്ത്യയുടെ ഈ ഒരു 5 യുദ്ധവിമാനങ്ങൾ സത്യത്തിൽ ക്രാഷ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ വീഡിയോയിലും വസ്തുതകളും തെളിവുകളും അനുസരിച്ച് ഈ 5 യുദ്ധവിമാനങ്ങൾ ശരിക്കും ക്രാഷ് ആയിട്ടുണ്ടോ, ക്രാഷിന് പിന്നിൽ ആരാണ്, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യത്തെ കാര്യം, ഇന്റർനെറ്റിൽ ഒരുപാട് ഇമേജസ് AI ജനറേറ്റഡ് ആയിട്ടും പഴയ യുദ്ധവിമാനങ്ങൾ ആക്സിഡന്റ് ആയ വീഡിയോസ്, ഫോട്ടോസ് എല്ലാം വൈറലാകുന്നുണ്ട്. അതായത് 2 വർഷത്തിന് മുൻപ് അപകടത്തിൽപ്പെട്ട MiG-29, MiG-21 ഇതിന്റെ ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ വളരെ വേഗത്തിൽ പടരുന്നുണ്ട്. അതിൽ ഏതൊക്കെ സത്യം ഏതൊക്കെ കള്ളം എന്നുള്ളത് നമുക്കൊണ്ട് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും സാധിക്കും. എന്നാൽ അതിനൊരല്പം ക്ഷമ ആവശ്യമാണ്. ആ ക്ഷമയില്ലാത്ത വ്യക്തികൾ ചെയ്യുന്നത്, ഈ ഇമേജ് പോസ്റ്റ് ചെയ്ത വ്യക്തി ആരാണെന്നുള്ളത് നോക്കും. അവരുടെ ക്രെഡിബിലിറ്റി അനുസരിച്ച് ഇത് ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തും. എന്നാൽ ഇപ്പോൾ വരെയും ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗത്ത് നിന്നും യാതൊരു ഇന്ത്യൻ വിമാനവും അപകടത്തിൽപ്പെട്ടതായോ വെടിവെച്ച് വീഴ്ത്തിയതായോ യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല. കൂടാതെ ഇന്ത്യയിലുടനീളമുള്ള സീനിയർ ജേർണലിസ്റ്റ് പറയുന്നത്, ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ആക്രമണം നടത്തിയല്ലോ അല്ലേ, ഈ ആക്രമണങ്ങളിൽ ഉൾപ്പെട്ട യുദ്ധവിമാനങ്ങളെല്ലാം സേഫായി റിട്ടേൺ ആയി എന്ന് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഭാഗത്ത് നിന്നും കൺഫേം വാങ്ങുകയും അങ്ങനെ ഒരു ട്വീറ്റ് നൽകുകയും ചെയ്തു. ആ ട്വീറ്റിന് താഴെയും പലരും പറഞ്ഞിരുന്നത്, അപ്പോ ആക്രമണം നടത്തിയിട്ട് റിട്ടേൺ വന്ന വിമാനങ്ങൾ മാത്രമാണോ സേഫ് ആയത്, മറ്റു വിമാനങ്ങൾക്ക് അവിടെ പ്രശ്നമൊന്നും വന്നില്ലേ എന്ന ഒരു ചോദ്യം ഉയർത്തുന്നുണ്ടായിരുന്നു. അതിന് വീണ്ടും ഒരു ട്വീറ്റ് നൽകി. അതിൽ ഈ ആക്രമണം നടത്തി തിരിച്ചു വന്ന വിമാനങ്ങൾ മാത്രമല്ല, പൂർണ്ണമായും ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനമോ പൈലറ്റോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഇനി ഇതിനപ്പുറം ചില പ്രധാനപ്പെട്ട ഇമേജസ് കൺവിൻസിംഗ് ആണ്. ഉദാഹരണത്തിന് പറയണമെങ്കിൽ, ഇപ്പൊ കാശ്മീരിൽ ഒരു ജെറ്റ് തകർന്ന് വീണ്ടിരുന്നു. അതിന്റെ ഡെബ്രീസ് JCB എടുത്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് പാകിസ്ഥാൻ നടത്തുന്ന ഒരു അവകാശവാദം, ഇത് റഫേൽ വിമാനത്തിൻ്റെതാണ്, ഞങ്ങൾ റഫേൽ യുദ്ധവിമാനത്തെ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്പെയർ പാർട്സ് വളരെ സൂക്ഷ്മമായി നോക്കുമ്പോൾ ഇതിൽ ചില ഫ്രഞ്ച് അടയാളങ്ങൾ നമ്മെ കൊണ്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് ഫ്രഞ്ച് മെയ്ഡ് ആണ്. ഒന്നുകിൽ ഫ്രഞ്ച് മിറാഷ് 2000 ആയിരിക്കണം, അല്ലെങ്കിൽ റഫേൽ യുദ്ധവിമാനമായിരിക്കണം. എന്നാൽ പാകിസ്ഥാൻസിന് അജ്ഞാതമായ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടും മറയ്ക്കുന്ന ഒരു കാര്യം, ഇതൊരു എക്സ്റ്റേണൽ പോഡ്. ഈ എക്സ്റ്റേണൽ പോഡിൽ ഇന്ധനം എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും, അതുമല്ലെങ്കിൽ ലഗേജും എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ ഇങ്ങനെയുള്ള യുദ്ധ സാഹചര്യങ്ങളിൽ ഈ എക്സ്റ്റേണൽ പോഡിൽ ഇന്ധനം തന്നെയാണെങ്കിലും ഈ ഇന്ധനം എന്നത് വിമാനത്തിന് എക്സ്ട്രാ ഭാരം നൽകും. അപ്പോൾ ഒരു യുദ്ധ സാഹചര്യത്തിൽ നമ്മൾ വിമാനം ഉപയോഗിച്ച് യുദ്ധം ചെയ്യുമ്പോൾ എക്സ്ട്രാ വെയിറ്റ് നമ്മെ പിന്നിലേക്ക് വലിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ വിമാനത്തിന്റെ പൈലറ്റ് എക്സ്റ്റേണൽ പോഡ്സ് എന്ത് തന്നെയാണെങ്കിലും അത് റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്ത ഒരു പോഡ് താഴെ വീണ് പൊട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കാശ്മീരിൽ നിന്നും മാറ്റിയത്. മറ്റൊരു ഭാഗത്ത് JF-17 അല്ലെങ്കിൽ മിറാഷ് 2000 വിമാനത്തിന്റെ കൺഫ്യൂഷൻ. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ജമ്മു കാശ്മീരിൽ ഒരു വിമാനം യഥാർത്ഥത്തിൽ ആക്സിഡന്റ് ആയിട്ടുണ്ട്. ആ വിമാനം ഇന്ത്യൻ വിമാനമാണോ പാകിസ്ഥാന്റേതാണോ എന്നുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ആ ഒരു വിമാനം വീണ പ്രദേശത്തേക്ക് ഇന്ത്യയുടെ ആർമഡ് ഫോഴ്സസ്, കൂടാതെ കമാൻഡോസ്, സ്പെഷ്യൽ ഫോഴ്സസ് എല്ലാം പോവുകയും ആ പാർട്സ് എല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ടുമുണ്ട്. അങ്ങനെ മാറ്റി ട്രക്കിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ പാർട്സിൽ ഒരു ലേബൽ നൽകിയിട്ടുണ്ട്. അതിൽ PAF എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ എയർഫോഴ്സ്. ഇപ്പോൾ ഇത് ഏകദേശം 90% ഉറപ്പുവരുത്തുന്നുണ്ട് കാശ്മീർ പ്രദേശത്ത് വീണ് നുറങ്ങിയത് പാകിസ്ഥാന്റെ വിമാനമാണെന്ന്. ഇതെല്ലാം ഒരു ഭാഗത്ത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ദ ഹിന്ദു എന്ന പ്രധാനപ്പെട്ട ഒരു ന്യൂസ് പേപ്പർ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്തവരാരും തന്നെ ഉണ്ടാവുകയില്ല. ഇവരിപ്പോൾ ചെയ്തത്, ഇന്റർനെറ്റിൽ ഒരു ആർട്ടിക്കിൾ റിലീസ് ചെയ്തു. അതിൽ ഇന്ത്യൻ വ്യോമസേനയുടെ 3 യുദ്ധവിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അതിൽ ഒരു യുദ്ധവിമാനം ജമ്മു കാശ്മീരിലും മറ്റൊന്ന് പഞ്ചാബ്, രാജസ്ഥാൻ ഇവിടങ്ങളിൽ ആക്സിഡന്റ് ആയി എന്നുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തു. ഇത് കണ്ടതും പാകിസ്ഥാൻസ് ചെയ്തത്, ഇതും അവരുടെ രാജ്യത്തിലുള്ള അധികാരികൾ പറയുന്ന അഭിപ്രായങ്ങളെയും ലിങ്ക് ചെയ്ത്, അപ്പോൾ പാകിസ്ഥാൻ 5 വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തി, അല്ല 7 വിമാനം, 10 വിമാനം, ഇങ്ങനെ ഈ വിമാനങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇവരിങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ അടുത്ത വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ പക്കൽ വിമാനമേ ഉണ്ടാവുകയില്ല. എല്ലാ വിമാനങ്ങളും പാകിസ്ഥാൻ തന്നെ നശിപ്പിച്ചു എന്ന രീതിയിലായിരിക്കും. ഇപ്പൊ ഈ ഒരു വാർത്ത സത്യമാണോ എന്ന് ചോദിച്ചാൽ, ഹിന്ദു
അതിനുശേഷം ഒരു ലേഖനം പുറത്തിറക്കി. അതിൽ അവർ ക്ഷമ ചോദിച്ചു. ഞങ്ങൾ അറിയാതെ 3 വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത പുറത്തുവിട്ടു. 3 വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്ന് മാത്രമല്ല അവർ പറഞ്ഞത്, ഇന്ത്യൻ വ്യോമസേനയുടെ 3 വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്നാണ് അവർ മെൻഷൻ ചെയ്തത്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ വരെയും ഇന്ത്യൻ വ്യോമസേനയുടെ ഏതൊരു വിമാനവും അപകടത്തിൽപ്പെട്ടതിന്റെ യാതൊരു തെളിവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടേയില്ല. എവിഡൻസ് ബേസ് ചെയ്തല്ല ഞങ്ങൾ ഈ ആർട്ടിക്കിൾ റിലീസ് ചെയ്തത്. ദയവ് ചെയ്ത് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ആ ആർട്ടിക്കിൾ ഡിലീറ്റ് ചെയ്യുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ, പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ ഇവർ നേരിട്ട് തന്നെ CNN പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ മീഡിയ ഔട്ട്ലെറ്റ്സിന് വളരെ ആവേശകരമായ അഭിമുഖങ്ങൾ നൽകുകയാണ്. അങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഈ അധികാരികൾ പറയുന്ന അഭിപ്രായം, ഇന്ത്യയുടെ 5 വിമാനങ്ങളെ ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തി, അതിൽ 3 റഫേൽ യുദ്ധവിമാനങ്ങൾ ഉണ്ട് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഇവർ പറയുന്ന ഈ ഒരു അഭിപ്രായങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങളുടെ മീഡിയ ഔട്ട്ലെറ്റ്സ് പബ്ലിഷ് ചെയ്യുന്നു. അത് ആർട്ടിക്കിളായിട്ടോ വീഡിയോസ് ആയോ പബ്ലിഷ് ആകുന്നു. ഈ പുറത്തുവരുന്ന വാർത്തകൾ ഉപയോഗിച്ച് പാകിസ്ഥാനിൽ പ്രൊപ്പഗണ്ട പരത്തുന്ന വ്യക്തികൾ ചെയ്യുന്നത് ഈ വാർത്തകളെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് ലോകം മുഴുവനും പടർത്തുന്നു. എന്നാൽ ഇപ്പോൾ വരെയും ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ നിന്ന് ഏതൊരു യുദ്ധവിമാനത്തെയും നഷ്ടപ്പെടുത്തിയതായി യാതൊരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. കൂടാതെ LOCയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിലറി സ്ട്രൈക്കിൽ ഏകദേശം 7 പേർ, ഇന്ത്യയിലുള്ള 7 സിവിലിയൻസ് മരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ചെയ്ത ആർട്ടിലറി സ്ട്രൈക്ക് കാരണം. ഇത് പറയാൻ അറിയാവുന്ന നമുക്ക് ആർമി സൈഡിൽ എത്ര കാഷ്വാലിറ്റീസ് ഉണ്ടെന്നുള്ളത് മറച്ചു വയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിനു മുൻപ് 2019 നടന്ന സ്ട്രൈക്കിൽ പോലും നമ്മുടെ വ്യോമസേന നേരിട്ട് വന്ന് പറഞ്ഞു എല്ലാ ഇൻഫർമേഷൻസും. ഈ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൽ ഇത്ര വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടു, ഒരാൾ പാകിസ്ഥാനിൽ അകപ്പെട്ടു എന്നൊക്കെ. എന്നാൽ ഇത്തവണ അങ്ങനെ ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിച്ചില്ല എന്ന് തന്നെയല്ലേ അർത്ഥം. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും നമ്മൾ അറിയേണ്ടതുണ്ട്. പാകിസ്ഥാൻസ് വെറും ട്വീറ്റ്, ടെക്സ്റ്റിലൂടെ മാത്രമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം ആക്സിഡന്റായി, ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തി എന്നൊക്കെ പറയുന്നത്. പക്ഷേ കൃത്യമായ തെളിവുകളൊന്നും അവർക്ക് നൽകാൻ സാധിക്കുന്നില്ല. ഇനി ഫോട്ടോസ് വീഡിയോസ് സബ്മിറ്റ് ചെയ്താലും അതൊക്കെ ഇതിന് മുൻപ് സംഭവിച്ചതിന്റെ വീഡിയോസ് ഫോട്ടോസ് ആയിരിക്കും. MiG-29 വിമാനങ്ങൾ, MiG-21 വൈസർ വിമാനങ്ങൾ, ജാഗ്വാർ പോലുള്ള വിമാനങ്ങൾ, ഇതിന്റെ വീഡിയോസ് ഫോട്ടോസ് ആണ് റിലീസ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ 3 മാസത്തിന് മുൻപ് വരെയും ഇന്ത്യൻ വ്യോമസേനയുടെ ജാഗ്വാർ വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടിരുന്നു. അതിന് ഫ്രഷ് വീഡിയോസും ഉണ്ട്. അപ്പോൾ അവയെയാണ് ചെറിയ ചെറിയ രീതിയിൽ എഡിറ്റ് ചെയ്ത് റീസെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാകിസ്ഥാനിൽ പ്രൊപ്പഗണ്ട പരത്തുന്ന പ്രചരണവാദികൾ. ഇതിന് പുറകിൽ പ്രധാനപ്പെട്ട ഒരാളുണ്ട്. അത് ആരാണെന്ന് നോക്കിയാൽ ചൈനയാണ്. ചൈനയുടെ പക്കൽ ഒരു വലിയ നമ്പേഴ്സിൽ AI എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഈ എഞ്ചിനീയേഴ്സിന്റെ ഉദ്ദേശം കോസ്റ്റ് എഫക്റ്റീവായ AI എഞ്ചിൻസ് വികസിപ്പിക്കുകയാണ്. ഇന്റേൺ AI എഞ്ചിൻസ് ഉപയോഗിച്ച് പാകിസ്ഥാൻസിനോ ചൈനയ്ക്കോ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കോ ചൈന പ്രൊപ്പഗണ്ട പടർത്തും ഇന്റർനെറ്റിലൂടെ. ഇപ്പോ പാകിസ്ഥാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ പകുതിയിലേറെയും ചൈനീസ് മെയ്ഡാണ്. JF-17, J-10C പോലുള്ള ആയുധങ്ങൾ. കൂടാതെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനവും ചൈനയുടെ ഉൽപ്പന്നമാണ്. അപ്പോൾ ചൈനയുടെ ആയുധങ്ങൾ വലിയ രീതിയിൽ പുറം ലോകം അറിയണം, മറ്റുള്ളവർ സംസാരിക്കണം എന്നുള്ളതിന് വേണ്ടി ചൈനക്കാർ ചെയ്യുന്ന ഒരു തന്ത്രം മാത്രമാണിത്. അവരുടെ എഞ്ചിനീയേഴ്സിന്റെയും അവരുടെ മുഴുവൻ മാൻ പവേഴ്സും ഉപയോഗിച്ച് ട്വിറ്റർ മുഴുവനും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഈ വ്യാജ വാർത്ത എന്നത് നേരിട്ട് തന്നെ ഡസോൾട്ട് റഫേൽ കമ്പനി എഫക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. കാരണം ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു റഫേൽ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള ആദ്യ ന്യൂസ് അല്ലെങ്കിൽ ഒരു കിംവദന്തി പുറത്ത് വന്നപ്പോൾ തന്നെ ഡസോൾട്ട് റഫേൽ കമ്പനിയുടെ ഷെയർസ് 2% കുറഞ്ഞു. അപ്പോൾ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഈ പ്രൊപ്പഗണ്ട കാരണം സൃഷ്ടിക്കാൻ സാധിക്കും. എന്നാൽ ഏതൊരു സ്ഥലത്തും സോളിഡായ ഒരു എവിഡൻസ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വീണ് തകർന്നിട്ടുണ്ട് അങ്ങനെ ഒരു തെളിവില്ല. ഇപ്പോൾ ഇന്ത്യൻ വിമാനങ്ങൾ വീണ് തകരുമ്പോൾ ഫോട്ടോസ് വീഡിയോസ് കാണുമ്പോൾ നമുക്കത് അറിയാൻ സാധിക്കും അത് ഇന്ത്യയുടേതാണോ അല്ലയോ എന്ന്. അതിൽ ഇന്ത്യയുടെ മാർക്കിങ്സ് തീർച്ചയായും ഉണ്ടാകും. ഹിന്ദിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാഗിന്റെ കളേഴ്സ് ആ വിമാനത്തിൽ ഉണ്ടാകും. നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനും കഴിയും. എന്നാൽ ഇന്നുവരെയും ഒരു ഇമേജ് പോലും ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം താഴെ ക്രാഷ് ആയതുപോലെ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പാകിസ്ഥാൻസ് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവരൊക്കെ പറയുന്നത് എങ്ങനെയാണ് സത്യമെന്ന് വിശ്വസിക്കാൻ സാധിക്കുക? പ്രധാനമായും റഫേൽ വിമാനം അപകടത്തിൽ പെട്ടിട്ടില്ല. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് വരുന്നത് വരെയും നമ്മൾ അങ്ങനെയുള്ള വാർത്തകൾ പ്രചരിക്കാനും പാടില്ല. ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. കൂടാതെ ഈ 5 വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തി, 10 വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ളതൊക്കെ പാകിസ്ഥാൻസിന്റെ വെറും പ്രചരണം മാത്രമാണ്. അവസാനം ഒരു പോയിന്റ് കൂടെ പറയാം. ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിൽ നിന്നാണ് മിസൈലുകളെ ലോഞ്ച് ചെയ്തത്. പാകിസ്ഥാൻ ടെറിട്ടറിക്കുള്ളിലേക്ക് നമ്മൾ പോയിട്ടേ ഇല്ല. POJK പോയിട്ടില്ല, പാകിസ്ഥാൻ ടെറിട്ടറിക്കുള്ളിലും പോയിട്ടില്ല. അകത്തു നിന്നാണ് നമ്മൾ ലോഞ്ച് ചെയ്തത്. ആ ഒരു സാഹചര്യത്തിൽ
അകത്തുള്ള വിമാനങ്ങളെ വന്ന് ആക്രമിച്ചിട്ട് പാകിസ്ഥാൻ തിരികെ പോകുന്നത് വരെയും നമ്മൾ വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അകത്തേക്ക് വന്ന് ആക്രമിച്ചതിന് തീർച്ചയായും ഇന്ത്യൻ വ്യോമസേന ഒരു പ്രതികരണം നൽകിയിട്ടുണ്ടാകണം. ഇത് പറയാൻ കാരണം ബ്രീഫിംഗിൽ 2 വനിതാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യൻ വ്യോമസേനയുടെ സ്ത്രീ അധികാരി അവർ വ്യക്തമായി പറഞ്ഞിരുന്നു, ഇപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ട്രൈക്ക് എന്നത് തീവ്രവാദ സംഘടനകളുള്ള പ്രദേശത്തെ ടാർഗറ്റ് ചെയ്താണ് ആക്രമിച്ചിരിക്കുന്നത്. ഏതൊരു പാകിസ്ഥാനി മിലിറ്ററിയെയും ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഇതിന് പോലും നിങ്ങളൊരു പ്രതികരണം നൽകണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതൊരു ഫുൾ സ്കെയിൽ വാർ എസ്കലേറ്റ് ചെയ്യാൻ പോലും ഞങ്ങൾ തയ്യാറാണ് എന്ന രീതിയിലായിരുന്നു അവരുടെ അഭിപ്രായം അവർ പറഞ്ഞത്. അപ്പോൾ അകത്ത് നമ്മുടെ ടെറിട്ടറിക്ക് ഉള്ളിലുണ്ടായിരുന്ന വിമാനത്തെ പാകിസ്ഥാൻസ് വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടാകും. ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനുള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ വെറും പ്രചരണം മാത്രമാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് അറിയണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ചാനൽ ഒന്ന് പരിശോധിച്ച് നോക്കുക. കാരണം ഒരുപക്ഷെ നോട്ടിഫിക്കേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ്സ് കാണാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും നമ്മുടെ ചാനൽ വന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.